നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും അത് മനുഷ്യരാശിയിലുണ്ടാക്കുന്ന ആഘാതങ്ങളും കണക്കിലെടുത്ത് വത്തിക്കാൻ പുതിയ ഇന്റർഡിക്കാസ്റ്ററൽ കമ്മീഷൻ രൂപീകരിച്ചു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കിടയിലും മനുഷ്യന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ലിയോ 14 പാപ്പ പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മെയ് 16 പുറത്തിറക്കിയ പ്രത്യേക വത്തിക്കാൻ ഉത്തരവിലൂടെയാണ് കമ്മീഷൻ നിലവിൽ വന്നത്. വത്തിക്കാന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ അംഗങ്ങളായിരിക്കും. കമ്മീഷന്റെ പ്രാഥമിക ഏകോപന ചുമതല സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിക്കാണ്. 1 വർഷത്തേക്കാണ് ഈ ചുമതലയെങ്കിലും മാർപ്പാപ്പയുടെ അനുമതിയോടെ ഇത് നീട്ടി നൽകാവുന്നതാണ്. മെക്സിക്കോയിലെ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ സംഘങ്ങളുടെ അതിക്രമങ്ങൾക്കെതിരെ 10,000ങ്ങളെ അണിനിർത്തി 12ാമത് വാക്ക് ഫോർ പീസ് നടന്നു. ശനിയാഴ്ച നടന്ന പരിപാടിക്ക് മെക്സിക്കൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റും ക്യൂർനക്ക ബിഷപ്പുമായ മോൺസിഞ്ഞോർ റൊമാനോ കാസ്ട്രോ നേതൃത്വം നൽകി. ദൈവം ഇരകൾക്കൊപ്പമാണ്. നമ്മുടെ ദൈവം ഇരകളുടെ നിലവിളി കേൾക്കുന്നു. അവൻ അവരോടൊപ്പം നടക്കുന്നു. ആക്രമണങ്ങളിൽ നിന്ന് കൺചിമ്മാൻ നമുക്ക് സാധിക്കില്ല എന്ന് ബിഷപ്പ് കാസ്ട്രോ പറഞ്ഞു. മെക്സിക്കോയിലെ സംഘടിത കുറ്റവാളി സംഘങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ഹുവാട്ടാല നഗരത്തിലെ ഇടവക വികാരിക്ക് നാടുവിടേണ്ടി വന്ന സാഹചര്യം ബിഷപ്പ് വേദനയോടെ അനുസ്മരിച്ചു. ഭരിക്കുകയെന്നാൽ ജനങ്ങളെ ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥമെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. അയർലൻഡിലെ പ്രശസ്തമായ നോക്ക് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂൺ 6 നടക്കാനിരിക്കുന്ന ഓൾ അയർലൻഡ് റോസറി റാലിയുടെ പ്രചാരണത്തിനായി രാജ്യം മുഴുവൻ കൂറ്റൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ വർഷം 10,000-ലധികം ആളുകൾ പങ്കെടുത്ത റാലി ഇത്തവണ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഈ പ്രചാരണ രീതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അയർലൻഡിന്റെയും നോർത്തേൺ അയർലൻഡിന്റെയും വിവിധ ഭാഗങ്ങളിലായി 50-ലധികം കേന്ദ്രങ്ങളിൽ റാലിയുടെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ചരിത്രത്തിലാദ്യമായാണ് ഈ പ്രാർത്ഥനാ സംഗമത്തിനായി ഇത്തരമൊരു ബോർഡ് പ്രചാരണം നടത്തുന്നത്. ലോക പ്രശസ്തമായ ജപമാല റാലികൾ സംഘടിപ്പിച്ചിരുന്ന ഫാദർ പാട്രിക്കിന്റെ മാതൃക പിന്തുടർന്നാണ് ഇത്തവണ ബിൽ ബോർഡുകൾ ഉപയോഗിക്കുന്നതെന്ന് സംഘാടകരിൽ ഒരാളായ ഫാദർ മാരിയസ് ഒറല്ലി പറഞ്ഞു. അമേരിക്കയുടെ 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫിലാഡൽഫിയയിൽ നടന്ന ചടങ്ങിൽ സമാധാനത്തിനും തുല്യതയ്ക്കുമായി ആർച്ച് ബിഷപ്പ് നെൽസൺ പെരേസ് ആഹ്വാനം ചെയ്തു. മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന തുല്യത എന്നത് ഭരണകൂടങ്ങൾ നൽകുന്നതല്ല എന്നും അത് ദൈവദത്തമായ അവകാശമാണെന്നും അദ്ദേഹം ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു സമൂഹമായി അമേരിക്ക നിലനിൽക്കണമെന്ന് ബിഷപ്പ് തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സ്ഥാപക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. വിവിധ മതവിശ്വാസികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത ഈ ചടങ്ങിൽ രാജ്യത്തിന്റെ ഭാവി നന്മയ്ക്കായി അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനയും നടത്തി. കർത്താവിന്റെ സ്വർഗാരോഹണം നമ്മെ ദൈവപിതാവുമായുള്ള പൂർണ്ണ ഐക്യത്തിലേക്ക് നയിക്കുന്ന സജീവമായ ബന്ധമാണെന്നും ലിയോ 14 പാപ്പ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഞായറാഴ്ച നടന്ന ത്രികാല ജപ പ്രാർത്ഥനയ്ക്കിടെ 20,000-ലധികം വരുന്ന തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ ഒരു ഉയർച്ചയുടെ ചലനം ആയിരുന്നുവെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. തന്റെ മനുഷ്യത്വത്തിലൂടെ ക്രിസ്തു ലോകത്തെ മുഴുവൻ ആശ്ലേഷിക്കുകയും പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.